ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിവ്യൂലേക്ക് സ്വാഗതം. നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു മലയാളം മൂവിയാണ്. പാർട്ട്നേഴ്സ് എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ള നവീൻ ജോണാണ്. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ തിരക്കഥ. പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള ദിനേശ് കൊലപ്പള്ളിയാണ്. മ്യൂസിക് പ്രശാന്ത് അലക്സാണ്. അതുപോലെ തന്നെ സിനിമാഗ്രാഫി ചെയ്തിട്ടുള്ളത് ഫാസിൽ അലിയാണ് ഇത് സിനിമാഗ്രാഫി ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കാസ്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർവ്യൂ സ്റ്റാറായ ധ്യാൻ ശ്രീനിവാസൻ, അതുപോലെ തന്നെ സഞ്ജു ശ്രീറാം, ടോണി ഡേവിഡ് രാജ്, അനീഷ് തുടങ്ങിയ കലാപൻ ഷാജൻ തുടങ്ങിയ പ്രധാനമായും കാസ്റ്റിംഗായി വന്നിട്ടുള്ളത്. ഇത് പ്രധാനമായിട്ടും ഒരു മണീസ്റ്റ് അല്ലെങ്കിൽ ഒരു ത്രില്ലറുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അത് അത്രമാത്രം കാണുന്ന പ്രശ്നം കണ്ടു ചെയ്തോ ഇല്ലേ നമ്മൾ ഡീറ്റെയിലായി തന്നെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. കാരണം ഇതിൻ്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെയാണ് ഇതിൽ പരിപാടി കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാകുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് ആരംഭിക്കുന്ന 1989 ഒരു കാസർഗോഡ് ഒരു ഗ്രാമത്തിലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പഴയൊരു വില്ലേജ് കാലഘട്ടം കാണിക്കാൻ വേണ്ടി ഒരു പത്മിനി കാർ പഴയ അംബാസഡർ കാർക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒരു പഴയ പൊട്ടിപ്പൊളിഞ്ഞ റോഡും ആൾ സഞ്ചാരമില്ലാത്തത് അത് കൊണ്ടുവന്ന അല്ല എന്നാണ് വിചാരം. അപ്പോൾ ഏകദേശം അതിൻ്റെ സെറ്റപ്പ് തന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നു. പിന്നെ 2015 കാലഘട്ടമാണ് പിന്നീട് കാണിക്കുന്നത്. അതിൽ കാസർഗോഡ് ഉദ്ഘാടന ഗ്രാമം, അത് ഉടുപ്പി ഗ്രാമീൺ ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ബാങ്ക് ആരംഭിക്കുന്നു. ഒരു നാട്ടിലെ ആരംഭിക്കുന്നു. അവിടേക്ക് നമ്മുടെ ടീം വരികയാണ്. നമ്മുടെ കഥാനായകരും സുഹൃത്തുക്കളും അവിടേക്ക് വരുന്നു ജോലിക്ക് വേണ്ടിയിട്ട്. പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രാമീണ ബാങ്കിൻ്റെ സെറ്റപ്പ് കണ്ടു കഴിഞ്ഞാൽ ഒരു പെട്ടിക്കട സെറ്റപ്പിനേക്കാൾ വൻ തോൽവിയായിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി. കാരണം വേറെ ഒന്നുമല്ല, വൻ പരാജയമായിട്ടുള്ള ഒരു സെറ്റ് തന്നെയാണ് ഒരുക്കി വെച്ചിരുന്നത്. കാരണം കണ്ടു തന്നെ അറിയാം സംഭവം തട്ടുകൂട്ട് പരിപാടിയാണെന്ന്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ ഒക്കെ എടുത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ക്യാമറ എടുത്തുന്ന സംശയമുണ്ട്. കാരണം ഒട്ടും തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. അതുപോലെ തന്നെ ഭയങ്കര ജർക്കിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഒരു കമ്പാരിസൺ എന്താ പറയുക, അതിൻ്റേതായിട്ടുള്ള ഒരു യോജിച്ച രീതിയിൽ തന്നെയായിരുന്നില്ല പാർട്ട്നേഴ്സ് ആരംഭിച്ചത്. കാരണം ഇതിൻ്റെ ടൈറ്റിലൊക്കെ വൻ കോമഡി ആയിട്ടാണ് ടൈറ്റിലൊക്കെ ആരംഭിച്ചത്. കാരണം വലിയ സെറ്റപ്പിൽ തുടങ്ങാൻ വേണ്ടി യൂസ് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ട് സുഹൃത്തുക്കൾ വരുന്നു. പിന്നീട് ഒരു ലോക്കൊക്കെ നോക്കുന്ന ഭാഗം കാണിക്കുന്നത് ഇങ്ങനെ ടൈറ്റിൽ എഴുതി കാണിക്കുന്ന പാർട്ട്നേഴ്സ് ഇൻ മണി എന്ന് പറഞ്ഞിട്ട് ഇത് കാണിക്കുന്നു. പിന്നെ കാര്യങ്ങളും പരിപാടിയും തുടങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു വ്യക്തി കഥ പറയുകയാണ്. നമ്മുടെ അലക്സാണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി കഥ പറയുകയാണ്. നമ്മുടെ കലാപൻ ഷാജോൺ ഇതിലൊരു വലിയൊരു ഇൻകം ടാക്സ് ഓഫീസറായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരു കേസ് അന്വേഷിക്കുന്നു. അതായത് 2005 നടന്നിട്ടുള്ള ഒരു മണിയുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷിക്കുന്നു. അതെന്താണ് സംഭവിച്ചത്, ഉടുപ്പി ഗ്രാമീണ ബാങ്ക് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വ്യക്തി കഥ പറയുന്നതാണ്. അപ്പോൾ കഥയിലൂടെയാണ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും സുഹൃത്തുക്കളൊക്കെ പരിചയപ്പെടുന്നത്. ധ്യാനിൻ്റെ പേര് ഇതിൽ വിഷ്ണു എന്നാണ് ധ്യാനിൻ്റെ പേര്. അപ്പോൾ ഈ ബാങ്ക് തുടങ്ങുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അത്രമാത്രം കണ്ടായി ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാൽ ആരെ കൊണ്ട് സാധിച്ചില്ല. കാരണം അതിൻ്റെ തിരക്കഥയുടെ വൻ പോരായ്മ തന്നെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് തന്നെ ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു വേഷത്തിൽ വരുന്നുണ്ട്. ഒരു പിയുവിൻ്റെ വേഷത്തിൽ ദിനേശ് കൊളപ്പള്ളി എന്ന് പറഞ്ഞുള്ള ആ വ്യക്തി പിയുവിൻ്റെ വേഷത്തിൽ ഇത് വരുന്നുണ്ട്. ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. അതുപോലെ തന്നെ ശ്രീകാന്ത് മുരളി ഒരു പോലീസ് ഓഫീസർ വേഷത്തിൽ വരുന്നുണ്ട്. കാര്യമായിട്ട് ആരെക്കൊണ്ടും ചെയ്യുന്നില്ല. അതിൽ വില്ലനായിട്ട് വന്നുള്ള നമ്മുടെ ലിയോലൊക്കെ വിജയറടി കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയുണ്ട്. അതിൻ്റെ പേര് ശ്രദ്ധിച്ചില്ല. ആ വ്യക്തിയാണ് പ്രധാനമായിട്ട് വില്ലനായിട്ട് വന്നത്. വില്ലനൊക്കെ വൻ കോമഡി പീസായി കളഞ്ഞിട്ടുണ്ട്. ലുക്കും കാര്യങ്ങളും പഴയ ഒരു കാലഘട്ടമൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. കാരണം കുറേ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇമോഷണൽസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഒട്ടും തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. കോമഡി ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും യാതൊരു വിധത്തിൽ കോമഡിയാണോ അതോ ചിരിക്കണോ കരയണോ എന്നുള്ള ഒരു തോന്നലായിരിക്കും കാണുന്ന നിലയ്ക്ക് എനിക്കുണ്ടായത്. കാരണം അതിൻ്റേതായ ഒരുപാട് പോരായ്മകൾ ചിത്രം എടുത്ത് പറയാനുണ്ട്. കാരണം പോസിറ്റീവ്സ് വശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവസാന ക്ലൈമാക്സിൽ വരുന്ന ഒരു ചെറിയൊരു ബാഡ് സ്കോർ ഉണ്ട്. അല്ലാണ്ട് ഈ യാതൊരു വിധത്തിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പടത്തിന് സാധിച്ചില്ല. പാട്ടുകളുടെ ആണെങ്കിലും ശരി, ഇത് കൂടെ ആണെങ്കിലും ശരി, എല്ലാ കാര്യങ്ങളും. ഇതിൻ്റെ ഒരു ഡയലോഗ് തന്നെ എന്താ പറയുക, ഒരു നാടികത നിറഞ്ഞ ഒരു ഡ്രാമാറ്റിക് നിറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് തന്നെയാണ്. ഇതിലൊരു ഡയലോഗിൽ രണ്ട് വ്യക്തി സംസാരിക്കുന്നുണ്ട്. നമ്മുടെ കഥാനായകോട് പറയുന്നുണ്ട് മറ്റൊരു വ്യക്തി, അപ്പുറത്ത് വീട്ടിലേക്ക് എങ്ങനെ പോവുക, ഇതല്ല അതിൻ്റെ അപ്പുറത്ത് വഴിയാണ്, അത് നീയും വായോ, നിന്നും കൂടിയും ബാങ്കല്ലേ എന്ന് പറയുന്നുണ്ട് ഒരു വ്യക്തി. എന്താണത് ഇതൊക്കെ അല്ലേ. അതുപോലെ തന്നെ ഇതിൽ ഒരു പടത്തിൻ്റെ ഏകദേശം ഇൻ്റർവ്യൂവിന് ശേഷം തോന്നുന്നു ഇതിലൊരു കുറച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ബാങ്ക് കാണിക്കാൻ പറഞ്ഞിട്ട് ബാങ്കിൻ്റെ ലോക്കറൊക്കെ തുറന്ന് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ എവിടെയും നടക്കുമോ? പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി എങ്ങനെയാണ് ചെക്ക് ഉണ്ടാക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് പൈസ പിൻവലിക്കുക, ഓക്കെ. അത് കഴിഞ്ഞ് ബാങ്കിൻ്റെ ലോക്കറൊക്കെ കാണാൻ നമ്മുടെ ഈ സാധാരണ ഈ ജയിലിലെ ഇതുണ്ടാവില്ലേ, ഡോറ് തുറക്കുന്നു, ഒരു ചെറിയ അലമാര തുറക്കുന്നു, പരിപാടിയും കാര്യങ്ങളൊക്കെ കാണിച്ച് പോകുന്നുണ്ട്. അതൊക്കെ വൻ കോമഡി സെറ്റപ്പൊക്കെയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. കോമഡി അല്ല, ഗംഭീരമായിരിക്കുക. പക്ഷെ കാണുന്ന പ്രേക്ഷകർക്ക് അതൊരു കോമഡി ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാണ് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ പോസിറ്റീവ് പറയാൻ പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഇല്ലാത്തൊരു ചിത്രം തന്നെയാണ് പോസിറ്റീവ് എനിക്ക് പറയാനുള്ളത്. ഏകദേശം പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പടത്തിൻ്റെ ഡ്യൂറേഷൻ 2 മണിക്കൂറിന് താഴെയുള്ളൂ.
അത് വേണമെങ്കിൽ നല്ലൊരു പോസിറ്റീവായിട്ട് എടുക്കാം. ബാക്കി യാതൊരു പോസിറ്റീവും ഇതിലില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും വിചാരിച്ചിട്ട് പോസിറ്റീവ് ആക്കാൻ സാധിക്കില്ല. കാരണം തിരക്കേതയുടെയും ഡയറക്ഷൻ്റെയും വൻ ഒരു പോരായ്മ തന്നെ ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലൈമാക്സിലൊക്കെ ഗംഭീരമായിട്ട് ടിസ്റ്റൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മുടെ സ്വർണ്ണത്തിൽ നിന്നും മാംഗോ ജ്യൂസ് ഉണ്ടാക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അവസാനമായി കാണിച്ചിട്ടുള്ളത്. അതായിരിക്കും ഇനി അടുത്ത സംരംഭം ഇനി വരാൻ വേണ്ടി പോകുന്നുണ്ടാവുക. ലോജിക്കില്ല, യാതൊരു വിധത്തിലൊരു ഇമ്പാക്റ്റോ അങ്ങനെ ഉണ്ടാക്കാൻ ചെയ്യാൻ പറ്റും തോന്നലും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും മാംഗോ ജ്യൂസ് തന്നെയാണ്. അത് കണ്ടവർക്ക് എന്തായാലും മനസ്സിലാവും. കാണാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രം. നമുക്കൊരു നെഗറ്റീവ് എടുത്ത് നോക്കിയാച്ചെങ്കിൽ ഒന്നാമത്തെ നെഗറ്റീവ് എനിക്ക് പറഞ്ഞ പ്രകടനമാണ്. കാരണം എല്ലാവർക്കും ഒരു ക്ഷീണിച്ച ഒരവസ്ഥ തന്നെയാണ് ചിത്രം ഉണ്ടാകുന്നത്. കാരണം ഇതിലൊരു എനർജി ആയിട്ട് യാതൊരു വ്യക്തിയുടെ ഒരു പ്രകടനം ഞാൻ കണ്ടിട്ടില്ല, തോന്നിയിട്ടില്ല. കലാപം ഷജോണ് എനർജിക്കായി തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റേഡും ചന്ദനക്കുറൊക്കെ ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ യാതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പുള്ളിക്ക് കഴിയുന്നില്ല. പുള്ളിക്ക് അതേ റോളെ പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ചെയ്യാനില്ല ഇതിൽ. അതുപോലെ വില്ലാണ് ഞാൻ പറഞ്ഞ കോമഡി പോലെ അത് ഒരുക്കി വെച്ചിട്ടുണ്ട്. കാസ്റ്റിംഗ് നോക്കി കഴിഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷീണിച്ച് ഉറക്കം തൂങ്ങിയിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ്. കാരണം ഒരു മുഷിഞ്ഞ ഒരു ഷർട്ടും അതും മുടിയും ധ്യാൻ എങ്ങനെയാണുള്ളത് അതേപോലെ തന്നെ ചിത്രത്തിലുണ്ട്. കാരണം ഡയലോഗ് യാതൊരു പവറോ ഇമ്പാക്റ്റോ ഒന്നും തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ബാക്കി ഓരോ വ്യക്തികളും ഒരു ചിത്രത്തിൽ ഇത്രയേറെ താരങ്ങൾ ഇത്ര ക്ഷീണം സംഭവിച്ച് കാണുന്ന ആദ്യമായിട്ടാണ്. കാരണം ഒരു എനർജി ആയിട്ടുള്ള ഒരു പ്രകടനം ഒരു വ്യക്തിയുടെ പോലും ഇല്ല. കാരണം വില്ലന്മാരാണൊക്കെ തുടക്കം തന്നെ ഒരു വില്ലൻ വരുന്നത് കാരണമുള്ളൂ തോക്കൊക്കെ വെച്ച് ഇങ്ങനെ വെടിവെക്കുന്ന ഭാഗം കാണിക്കുന്നുണ്ട്. സ്ലോ മോഷനിൽ ഉണ്ട പോകുന്നത് അപ്പോഴേക്കും 4-5 വെടിവെച്ച് പോകുന്നുണ്ട്. എന്തിനോ എന്തോ. അതുപോലെ തന്നെ ഇതിൻ്റെ പാട്ടുകൾക്ക് ആരുമായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയലോഗ് വളരെ കുറവ് തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഓർമ്മ ശരിയാണെങ്കിൽ നായകഥാത്രം ആരംഭിക്കുന്ന ആ വ്യക്തിക്ക് ഒരു 4-5 തവണ ഡയലോഗ് വന്നിട്ടുള്ളൂ. കാരണം തുടക്കം ഒരു ഇതിൻ്റെ തൂവാല എന്ന് പറയുന്ന ഭാഗം, പിന്നെ ബാങ്കിൽ അന്വേഷിക്കുന്ന ഒരു ഭാഗത്ത്, അപ്പോൾ റോഡ് വഴിയിൽ വെച്ചിട്ട് പിന്നെ ധ്യാനിനോട് ഒരു ഡയലോഗ് പറയുന്നു. ഏകദേശം 4-5 സീൻസിൻ്റെ ഡയലോഗുള്ളൂ. കാരണം അത്രമാത്രം ചെയ്യാറില്ല. കാരണം ആരെന്ത് വന്നാലും കാണിക്കില്ലാത്തതുകൊണ്ട് പിന്നെ യാതൊരു പ്രശ്നമില്ലാത്തൊരവസ്ഥയാണ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എഡിറ്റിംഗ് ആണ് പല കാര്യങ്ങളും ഒട്ടും തന്നെ ചേരാമത്തെ പോലെ. അവസാനം ക്ലൈമാക്സ് വലിയ സംഭവം എന്നൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ യാതൊരു ഇമ്പാക്റ്റും പാർട്ട്നേഴ്സിന് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ആ പാർട്ട്നേഴ്സ് എന്താ പറയുക, സ്വർണ്ണത്തിൽ നിന്നും വേണമെങ്കിൽ നമുക്കൊരു മാംഗോ ജ്യൂസോ അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കാം എന്നുള്ള ഒരു ചിന്താഗതിയിലൂടെയാണ് പാർട്ട്നേഴ്സ് കൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് കാണുന്നവർക്ക് മനസ്സിലാവും. കാരണം നമുക്ക് ജ്യൂസ് കുടിക്കാം, സ്വർണ്ണത്തിൻ്റെ ജ്യൂസ് കുടിക്കാം, അതായിരിക്കും ഇനി ട്രെൻഡ് ആകാൻ വേണ്ടി പോകുന്നുണ്ടാവാം. അപ്പോൾ ഈ തുടരെ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന ധ്യാനിൻ്റെ കയറിലേക്ക് വീണ്ടും ഒരു അടപടലം മൂഞ്ചി തെറ്റിയ അല്ലെങ്കിൽ തോൽവി ഏറ്റുവാങ്ങിയ ഒരു പാർട്ട്നേഴ്സ് തുടങ്ങി വെച്ച ഒരു കഥ തന്നെയാണ് വീണ്ടും ആരംഭിക്കുന്നത്. അതേ ഒരു പര്യവസാനം, യാതൊരു മാറ്റമില്ല. ഇങ്ങനെ തുടരെ ചിത്രങ്ങൾ ചെയ്തിട്ട് ഫീൽഡ് ഔട്ട് ആവാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എന്നിട്ട് എനിക്ക് മനസ്സിലായി ഒരു മാസം എങ്ങനെ നോക്കിയാലും ധ്യാനിൻ്റെ ഒരു 4 ചിത്രങ്ങളും റിലീസ് ചെയ്യുന്നുണ്ടാവും. അത് കാണാൻ ആൾക്കാരുണ്ട്, അത് തന്നെയാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. പക്ഷേ ഈ കാണുന്ന വ്യക്തികളോട് എന്താ പറയുക, ശരിക്കും ഒരു ചതിയല്ലേ. കാരണം ധ്യാനം വിശ്വസിച്ചാലും ധ്യാനെ കാണാൻ വേണ്ടിയിട്ട് കാണുന്ന ഒരു വ്യക്തികളോട് ചെയ്തൊരു വളരെ ചെയ്ത് തന്നെയാണ്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ച് ധ്യാനം കണ്ടാൽ മതി അവർക്ക്. കാരണം അവർ കഥ തിരക്കഥയൊന്നും യാതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയെങ്കിൽ ചിലപ്പോൾ ലോട്ടറി അടിച്ച ഒരവസ്ഥ തന്നെയായിരിക്കും ഓരോ വ്യക്തിക്കും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവുക. എനിക്ക് ലോട്ടറിയിൽ എനിക്ക് ഒരു ട്രാജഡിയായ അനുഭവമായിരുന്നു കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഒരു ദുരന്തം അനുഭവമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തോൽവി ഏറ്റുവാങ്ങിയ ഒരു പാർട്ട്നേഴ്സാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇതിൻ്റെ മാത്രം അഭിപ്രായമാണ്, വീണ്ടും ഞാൻ പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാണാത്തിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി ശ്രമിക്കും, സ്വയം റിസ്കിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെയും പോലെ നമ്മുടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നമ്പർ എണിക്കാൻ വീണ്ടും പുതിയ വീഡിയോ കാത്തിരിക്കാൻ. ബൈ ഫ്രണ്ട്സ്.